ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ പവർ ബാക്കപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കറിയാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു ലോ റൈസ് ബിൽഡിംഗ്, അതായത് നമ്മൾ ലിഫ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അപ് ടു ഒരു 3 ഫ്ലോർ വരെയൊക്കെയുള്ള ബിൽഡിങ്ങുകളിൽ യഥാർത്ഥത്തിൽ അവിടെ നമുക്കൊരു ജനറേറ്റർ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആവശ്യമുണ്ടാവില്ല. അവിടെ നമ്മൾ ഈ കോമൺ ഏരിയയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പരമാവധി അവിടെ ഒരു ഇൻവെർട്ടർ ബാക്കപ്പ്, അതിപ്പോൾ ഒരു സോളാർ സപ്പോർട്ടഡ് ആണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ഒരു രീതിയായിരിക്കും അവിടെ കുറേ കൂടി അപ്രോപ്രിയേറ്റ്. ഇനിയിപ്പോൾ നമ്മളൊരു മീഡിയം റൈസ് സ്ട്രക്ചേഴ്സിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊരു ലോ ഡെൻസിറ്റി സംഭവം, അതായത് നമ്മളൊരു 15 യൂണിറ്റിലൊക്കെ അല്ലെങ്കിൽ ഒരു 15-16 യൂണിറ്റിലൊക്കെ താഴെയുള്ള മീഡിയം റൈസ് സ്ട്രക്ചേഴ്സ് ആണ് എന്ന് വരികയിൽ. അതായത് മീഡിയം റൈസ് എന്ന് പറയുന്നത് ഒരു 15 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾക്കാണ് അങ്ങനെ പറയുന്നത്. അവിടെ നമ്മളിപ്പോൾ ലിഫ്റ്റ് ഉണ്ടാവും, പിന്നെ വാട്ടർ പമ്പ്സ് ഉണ്ടാവും, ഫയറിൻ്റെ മോട്ടർ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നമുക്കൊരു ജനറേറ്റർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ജനറേറ്റർ വെച്ചുകൊണ്ടും വെക്കാതെയും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റൺ ചെയ്യുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇപ്പോൾ ജനറേറ്ററൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു AMF പാനൽ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് തന്നെ ഇത് ഓൺ ആവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടി വെച്ചുകൊണ്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറണ്ട് പോയാലും നമുക്ക് ഇപ്പോൾ ലോ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും ഒത്തിരി ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തും ഇത് ഓണായി കിടക്കുന്ന ഒരു പ്രശ്നം വരും.